ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ടീസർ റിവ്യൂ ആയിട്ടാണ്. നമ്മുടെ സൂര്യണ്ണന്റെ ബർത്ത്ഡേ ആയിട്ട് ഇന്നലെ കറുപ്പ് എന്ന് പറഞ്ഞ പടത്തിന്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീസർ കണ്ടിരുന്നോ? അതീപ് ഞാൻ കണ്ടു. കണ്ടോ അതോ വെറുതെ ഒന്ന് തള്ളുകയാണോ? അല്ല, ഞാൻ കണ്ടു. കണ്ടോ? നല്ല ടീസർ. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇതിപ്പോ 50 ഞാൻ ഞെട്ടിട്ടോ. 50 എത്ര വയസ്സായി? കണ്ടാ കുറച്ച് തോന്നും. 50 വയസ്സിൽ ഞാൻ ഒരു പോസ്റ്ററിലാണ് കണ്ടത്. പോസ്റ്ററില് ബർത്ത്ഡേ ആണ്, ഓക്കെ, അത് പറഞ്ഞു. 50 നിൽക്കുന്നത് ഞാൻ ഞെട്ടിപ്പോയി. സത്യം 50 അത് റീസെന്റ് ഫോട്ടോ. വിജയ്ക്ക് 50ന്റെ മുകളിലുണ്ടാവും. മൂത്ത വിജയ റിവ്യൂ നല്ല ഒരു ടീസർ ആയിരുന്നു. ഒരു ഫുൾ സൂര്യനെയാണ് ഉണ്ടായിരുന്നത്. അനക്ക് ഇഷ്ടായോ? എന്താ കൊഴപ്പില്ല, നല്ല ടീസറല്ല ഇറങ്ങിയത്. അല്ല, അത് സത്യ. ചില പടങ്ങളുണ്ട് ടീസർ അടിപൊളിയാവും, പക്ഷെ പടം ഇത് അത്യാവശ്യം ഡയറക്ടറൊക്കെ. ആരാ ഡയറക്ടർ? ബാലാജി, അജയ് ബാലാജി. ഒക്കെ അറിയാം, കള്ളം പഠിച്ചു വന്നിരിക്കുക. ഉണ്ടല്ലോ ഉപരി ആക്ടറൊക്കെ. ഏതാ ബാലാജി? അജയ് ബാലാജി. അത് ഏത് പടത്തിലാ? സൂര്യയുടെ പടത്തിലേ കണ്ടു. അത് വേറെ, അത് ബാലയ്യ. അത് തെലുങ്കല്ലേ? പടങ്ങൾ കാണാറുണ്ട്. ലാസ്റ്റ് ഇറങ്ങി പടം മറ്റത് മ്യൂസിക്കും ഇതിലും കുഴപ്പമില്ല കേട്ടോ. നല്ല മ്യൂസിക് ഇതുണ്ട്. അല്ല, അങ്ങനത്തെ ഒരു ഇതാണ്. ഫുൾ തിയേറ്റർ എക്സ്പീരിയൻസ് ആണല്ലോ നമ്മുടെ മെയിൻ. പിന്നെ ഇതെന്നാ റിലീസ് എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ, തിയേറ്ററിൽ പോയി പടം കണ്ടിട്ട് കുറച്ചായി. നല്ലൊരു പടമാണ്. ഇവിടെ ഒന്നും പടമില്ല ഗൈസ്. ഞങ്ങള് എല്ലാ പടത്തിനും പോകണം, പക്ഷെ ഇപ്പൊ നല്ലൊരു പടം നമുക്ക് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. നമ്മളെല്ലാ പടത്തിനും കേറും. ആരും തിയേറ്ററിൽ പോയി കാണാത്ത പടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോയി കണ്ടിട്ടുണ്ട്. ഇതിന് നമുക്ക് പോകണ്ടോ? തിയേറ്ററിൽ പോകണം. കറുപ്പ് ഒരു മറ്റേ എന്താ പറയാ, നമ്മുടെ മറ്റേ സൂപ്പർ സ്റ്റാർ ഉണ്ടല്ലോ, സൂപ്പർ സ്റ്റാർ പേര് പറയാൻ പറ്റില്ലല്ലോ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ, കോപ്പിറൈറ്റ്. സൂപ്പർ സ്റ്റാറിന്റെ കാലൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഇതൊക്കെ കറുപ്പ് ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോ ആ ഒരു മൂഡ് ഉണ്ടല്ലേ? ആ സൂര്യ ശ്രദ്ധിച്ചില്ലേ? വാള് മറ്റേല് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ അടുത്തിറങ്ങിയ ഉണ്ണി മുകുന്ദന്റെ ഒരു പടം. ഉണ്ണി മുകുന്ദനും മറ്റേ ഇവല്ലടാ, സൂര്യ ഉണ്ണി മുകുന്ദനായിട്ടൊരു പടം ഇറങ്ങി, മറ്റേ ഗരുഡൻ. അതില് അവ ഇതേപോലെ വാള് കടിച്ചു പിടിച്ചിട്ടൊക്കെ ഒരു സീരിയൽ കണ്ടോ? പ്ലാസ്റ്റിക് വെട്ടണത്, മറ്റേ കയ്യൊക്കെ വെട്ടണത്. അതേപോലെ അമ്മാര് വലിയൊരു വാളല്ലേ, പൊക്കാൻ തന്നെ വേണ്ടി വരും. 50-ാമത്തെ വയസ്സിലാക്കി നടി കാണിക്കാൻ ഇല്ലല്ലോ. ടീസറിലില്ല. പേരൊന്നും ആരും ശ്രദ്ധിക്കില്ല. മൊത്തത്തില് ടീസറില് സൂര്യയുടെ തന്നെ ഒരു പ്രമാണിച്ചിട്ടായിരിക്കും ഒരു അഴിഞ്ഞാട്ടം. ഡബിൾ ഒന്നായിരിക്കും. വിജയ് പടല്ല, സൂര്യ പടാണ്. ഡബിളല്ല. അല്ല, പറയാൻ പറ്റാട്ടോ. രണ്ട് ക്യാരക്ടർ ഒന്നുണ്ട് അല്ലേ? രണ്ട് മൂഡ് ക്യാരക്ടർ. മോഡിക്ക് മാറുന്നായിരിക്കും. അന്യത്തൊക്കെ മാതിരി കൊള്ളാം. ലുക്ക് കൊള്ളട്ടോ. ആ മീശ മാത്രം മീശ വെച്ച് ഏത് ആ മറ്റേല് ചില റെഫറൻസ് എന്താ ഗജനി ഇവന് പറഞ്ഞു വിട്ടേ. ഉണ്ടല്ലോ, എന്ത് തണ്ണിമത്തം കടിച്ചിട്ട് ഇങ്ങനെ വിടാട്ടോ? രോമാഞ്ചത്തിലേക്കാണ്. ആണോ? ഞാൻ കണ്ടിട്ടോ. പബ്സ് മറ്റേ സൂര്യയുടെ പഴയ പടങ്ങളും ഇതൊക്കെ ആയിട്ട് കുറച്ചൊരു മാച്ചുള്ള പോലെ. പക്ഷെ പേരൊക്കെ ശ്രദ്ധിച്ചോ? മറ്റേത് വരി ഇത് ടർബോലോട് കുത്തുമ്പോ മറ്റേ സാധനം പൊന്തില്ലേ? അത് ഫൈറ്റ് ഒക്കെ ഒരു
മികച്ച ഫൈറ്റ് ഒന്നുമില്ല. ആരാ അൻപറി മാസ്റ്റർ? അൻപറി മാസ്റ്റർ. ലാസ്റ്റത്തെ നല്ല സ്റ്റണ്ട് മാസ്റ്റേഴ്സ് ഒക്കെ അടിപൊളി മാസ്റ്റേഴ്സ്. അതെ, നേരിട്ടറിയോ? നേരിട്ട് പരിചയം. പിന്നെ ഞാൻ അല്ല, അവരുടെ മറ്റേ പടങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? RDX ഒക്കെ അല്ലേ? RDX, ലിയോ. നമുക്ക് എന്തായാലും പടം പോയി കാണണം. റിലീസ് എന്താ വെച്ചാലും പോയി കാണണം. പിന്നെ ഇതില് ഹൈലൈറ്റ് എന്താ അറിയോ? 50 വയസ്സാണ്. 50 വയസ്സ് വരെ ഹൈലൈറ്റ് തന്നെ. കണ്ണൊക്കെ നമ്മളൊക്കെ 50 വയസ്സായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? പാട്ടായി ഉണ്ടാവും. 50 വയസ്സ് വരെ കിട്ടിയാ ഭാഗ്യം. ഇപ്പൊ തന്നെ വയ്യ. ഇപ്പൊ തന്നെ അങ്ങോട്ടോ തൃശ. എനിക്ക് തൃശ്ശീനെ കാണാനുള്ള ആകാംക്ഷ. തൃശ്ശയും ഇതുപോലെ ഏജ് കുറവന്നെ കാണിക്കും. എനിക്ക് പക്ഷെ പൊന്നിയ സെൽവത്തിനേക്കാളും ഇഷ്ടം മറ്റേതാണ്, ലിയോത്തെ. ലിയോയിലൊരു പ്രത്യേക ബിജെം അടിപൊളിയാ, പറഞ്ഞല്ലോ. സൂപ്പർ ബിജെം അല്ലേ? ഒരു ഇതുണ്ട്, പിടിച്ചിരുത്തണ ഒരു സാധനം ഉണ്ട് അല്ലേ? പിന്നെ ലൈറ്റിംഗ് ഒക്കെ ഭയങ്കര സെറ്റപ്പ് സാധനം അല്ലേ? എന്തായാലും ഇറങ്ങുമ്പോ പടം ഇറങ്ങുമ്പോ ഞങ്ങളെ വേറെ റിവ്യൂ, പടം ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു റിവ്യൂ ഞങ്ങൾ ഇതൊക്കെ കത്തിക്കും. എന്ത് കത്തിക്കില്ല, നമ്മളെ കൊല്ലും. ഈ പടം ഇറങ്ങട്ടെ, അല്ലെങ്കിൽ ട്രെയിലർ അപ്ഡേറ്റ് എന്തെങ്കിലും വരുമ്പോ ഞങ്ങളും അപ്ഡേറ്റ് തരാം. അപ്പൊ എന്നാ ശരി. ടാറ്റ.